സമയമാറ്റം പിൻവലിക്കണമെന്ന സമസ്തയുടെ ആവശ്യം പരിഗണിക്കേണ്ടെന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധം കനക്കുന്നു. ഹൈസ്കൂളുകളുടെ സമയമാറ്റം സംബന്ധിച്ചുള്ള സർക്കാർ തീരുമാനത്തിൽ മാറ്റം വരുത്തേണ്ടതില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് നിലപാട് കടുപ്പിച്ചതോടെ സമസ്ത നേതാക്കൾ സമരമാർഗത്തിലേക്ക് നീങ്ങുകയായിരുന്നു. സംസ്ഥാനത്തെ ഹൈസ്കൂളുകൾക്കാണ് സമയമാറ്റം ബാധകമാവുക. എന്നാൽ അത് മദ്രസയിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളെയും ബാധിക്കുമെന്നാണ് സമസ്തയുടെ ആരോപണം. ഹൈസ്കൂളുകളുടെ ഭാഗമായുള്ള UP, LP ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മദ്രസ പഠനം പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുമെന്നും അതിനാൽ തീരുമാനം പിൻവലിക്കണമെന്നുമാണ് സമസ്ത ആവശ്യപ്പെടുന്നത്. നിലമ്പൂർ തിരഞ്ഞെടുപ്പ് കാലത്താണ് ഹൈസ്കൂളിന്റെ പ്രവർത്തന സമയം വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനമെടുത്തത്. സർക്കാർ തീരുമാനത്തിനെതിരെ അന്ന് തന്നെ മുസ്ലിം സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. സ്കൂൾ സമയമാറ്റം കേരളത്തിലെ മുസ്ലിം വിഭാഗങ്ങളുടെ മതപഠന കേന്ദ്രമായ മദ്രസകൾക്ക് തിരിച്ചടിയാകുമെന്നും അതിനാൽ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും സമസ്ത ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇതോടെ സർക്കാർ ഏകപക്ഷീയമായി തീരുമാനം നടപ്പാക്കില്ലെന്നായിരുന്നു വിലയിരുത്തപ്പെട്ടത്. സമസ്തയിലെ ഒരു വിഭാഗം നേതാക്കൾ CPIM-വുമായി അടുപ്പം പുലർത്തുന്നവരാണ്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ സമസ്തയുടെ നിർദ്ദേശപ്രകാരം മുൻ മുസ്ലിം ലീഗ് നേതാവായിരുന്ന KS ഹംസയെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയിരുന്നു. പതിവിന് വിപരീതമായി ഹംസയെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാനും CPIM തയ്യാറായി. സമസ്തയിൽ അഭിപ്രായ ഭിന്നത രൂപം കൊണ്ട കാലത്ത് CPIM-ന് പിന്തുണയും ഈ വിഭാഗത്തിനായിരുന്നു. രാവിലെ സ്കൂൾ സമയം വർദ്ധിപ്പിക്കരുതെന്നായിരുന്നു സമസ്തയുടെ അഭ്യർത്ഥന. എന്നാൽ ആവശ്യം പരിഗണിക്കില്ലെന്നും മദ്രസയുടെ സമയം മാറ്റുന്നതാണ് നല്ലതെന്നുമായിരുന്നു സർക്കാർ നിലപാട്. സ്കൂൾ സമയമാറ്റം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സമസ്ത നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അപേക്ഷയും നൽകിയിരുന്നു. എന്നാൽ ഈ അപേക്ഷ സർക്കാർ പരിഗണിച്ചില്ലെന്നാണ് സമസ്തയുടെ ആരോപണം. സമസ്തയുടെ പോഷക സംഘടനയായ സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമര പ്രഖ്യാപനം നടന്നത്. +2 സ്കൂളുകളിൽ ആൺ-പെൺ പരിഗണനകൾ ഇല്ലാതെ എല്ലാവരും ഒരേ യൂണിഫോം നടപ്പാക്കാനുള്ള നീക്കത്തിൽ കടുത്ത എതിർപ്പുമായി ഒരു വിഭാഗം സംഘടനകളും രംഗത്തെത്തിയിരുന്നു. മുസ്ലിം സംഘടനകളുടെ ശക്തമായ എതിർപ്പുകൾ നേരിട്ടതോടെ തീരുമാനം സ്കൂളുകൾക്ക് വിടുകയുമായിരുന്നു. സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ ശാരീരിക മാനസിക ഉല്ലാസത്തിനായി ആരംഭിച്ച സുംബ ഡാൻസിനെതിരെയും ഒരു വിഭാഗം സംഘടനകൾ രംഗത്ത് വന്നത് കടുത്ത പ്രതിഷേധങ്ങൾക്കും വഴിവെച്ചിരുന്നു. ജൂൺ 15-ന് പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം 8 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ 9:45 മുതൽ 4:15 വരെയാണ് പഠന സമയം. 8 പീരീഡുകൾ നിലനിർത്തിയിട്ടായിരുന്നു സമയമാറ്റം. 8 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ അധ്യയന സമയം 11 മണിക്കൂർ ആക്കി ഉയർത്തുക എന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാന പ്രകാരമാണ് രാവിലെ 15 മിനിറ്റും ഉച്ചയ്ക്ക് ശേഷം 15 മിനിറ്റും സമയം വർദ്ധിപ്പിച്ചത്. വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ ഇത് പ്രകാരമാണ് സമയം. കോടതി നിർദ്ദേശപ്രകാരമാണ് സമയമാറ്റമെന്നും അതിനാൽ തീരുമാനത്തിൽ മാറ്റം വരുത്താൻ സാധ്യമല്ലെന്നുമാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിലയിരുത്തൽ.